നമസ്കാരം. ഇന്ത്യ-അമേരിക്ക കൂട്ടുകെട്ട് കൂടുതൽ ദൃഢമാവുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം നാൾക്കുനാൾ വർദ്ധിക്കുന്നതിന്റെ ധാരാളം തെളിവുകൾ നമുക്ക് മുന്നിലുണ്ട്. ഇപ്പോഴത്തെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ ഇന്ത്യയുടെ പുനരുപയോഗ ഊർജ്ജം അടിസ്ഥാന സൗകര്യ വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ $3.8 ബില്യൺ നിക്ഷേപിക്കുന്നതായി US അംബാസിഡർ എറിക് ഗാർസെറ്റി അറിയിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മുംബൈയിൽ നടന്ന ഇൻഡോ US ബഹിരാകാശ സഹകരണം എന്ന പരിപാടിയെ അഭിസംബോധന ചെയ്യുമ്പോൾ പുനരുപയോഗ ഊർജ്ജം, അടിസ്ഥാന സൗകര്യ വികസന ലക്ഷ്യങ്ങൾ എന്നിവയ്ക്കൊപ്പം കാർഷിക ആരോഗ്യ സംരക്ഷണം, സാമ്പത്തിക സേവനങ്ങൾ എന്നിവയെയും US പിന്തുണയ്ക്കുന്നുണ്ടെന്ന് US പ്രതിനിധി കൂട്ടിച്ചേർത്തു. സ്ത്രീകളുടെ സാമ്പത്തിക ശാക്തീകരണത്തിനായുള്ള US ഇന്ത്യ സഖ്യം പുതിയ പങ്കാളികളുമായി വളരുകയാണെന്ന കാര്യം പങ്കുവയ്ക്കുന്നതിൽ അദ്ദേഹം സന്തോഷം പ്രകടിപ്പിച്ചു. ഇന്ത്യയിലെ സ്ത്രീകളുടെ സാമ്പത്തിക സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനായിട്ട് രണ്ട് മഹത്തായ രാജ്യങ്ങൾ തമ്മിലുള്ള പൊതു സ്വകാര്യ പങ്കാളിത്തമായ സ്ത്രീകളുടെ സാമ്പത്തിക ശാക്തീകരണത്തിനായുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇന്ത്യ അലയൻസ് ഫോർ വിമൻസ് എക്കണോമിക് എംപവർമെന്റ് പുതിയ പങ്കാളികളുമായി വളരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ ഇന്ത്യയുടെ പുനരുപയോഗ ഊർജ്ജ അടിസ്ഥാന സൗകര്യ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് $3.8 ബില്യൺ നിക്ഷേപിക്കുന്നുവെന്നും അതേപോലെ തന്നെ കാർഷിക ആരോഗ്യ സംരക്ഷണം, സാമ്പത്തിക സേവനങ്ങൾ എന്നിവയെ പിന്തുണയ്ക്കുന്നുവെന്നും ഗാർസെറ്റി പറയുന്നത് വെറുതെയല്ല. രണ്ട് രാഷ്ട്രങ്ങളും വികസനത്തിൽ മാത്രമല്ല സാങ്കേതിക വിദ്യയിലാണ് മുന്നേറുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. നമ്മുടെ പൂർണ്ണമായ സാമ്പത്തിക ശേഷിയിൽ എത്തുക എന്നതിനർത്ഥം നമ്മുടെ സ്വന്തം രാജ്യങ്ങളിലെ ഏറ്റവും മികച്ചത് പ്രയോജനപ്പെടുത്തുകയും ലോകത്തിനായി നമുക്ക് എന്തു ചെയ്യാൻ കഴിയുമെന്ന് കാണാൻ USന്റെയും ഇന്ത്യയുടെയും ഈ സഖ്യത്തെ ബന്ധിപ്പിക്കുക എന്നതാണ് കാര്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിർണായകമായ ധാതുക്കൾ, അർദ്ധചാലകങ്ങൾ, പ്രതിരോധം, ബഹിരാകാശം എന്നിവയിൽ USും ഇന്ത്യയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. വായുമലിനീകരണം മുതൽ പൊതുഗതാഗത സംവിധാനങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം, അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങി എല്ലാ കാര്യങ്ങളിലും ഏറ്റവും മികച്ച നഗരാസൂത്രണ ആശയങ്ങൾ കൊണ്ടുവരുന്നതിനായിട്ട് ആദ്യത്തെ US ഇന്ത്യ സിറ്റി എക്സ്ചേഞ്ച് വിളിച്ചുകൂട്ടി ലോസ് ആഞ്ചലസ്, മുംബൈ തുടങ്ങിയ നഗരങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും എറിക് പറയുന്നുണ്ട്. തങ്ങളുടെ പങ്കാളിത്ത അടിസ്ഥാന സൗകര്യങ്ങൾ, സാങ്കേതിക വിദ്യ, ഊർജ്ജം, ആരോഗ്യ സംരക്ഷണം എന്നിവ ത്വരിതപ്പെടുത്താൻ ഇരു രാജ്യങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ കൂടുതൽ നിലനിൽക്കുന്ന സാമ്പത്തിക വളർച്ച കൈവരിക്കാനാകുമെന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ക്വാഡ് പങ്കാളിത്തം ഊന്നി പറഞ്ഞ ഗാർസെറ്റി ഇന്ത്യ, US, ഓസ്ട്രേലിയ, ജപ്പാൻ എന്നിവ ക്വാഡിലൂടെ വികസിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നുവെന്നും പറഞ്ഞു. തങ്ങളുടെ സഹകരണം സ്വതന്ത്രവും തുറന്നതുമായ ഇൻഡോ പസഫിക് ഉറപ്പാക്കുന്നുണ്ട്. ഇന്ത്യ-US ബന്ധം നല്ല പാതയിലാണെന്ന് അടുത്തിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. ദേശീയ താൽപര്യത്താൽ നയിക്കപ്പെടുന്ന ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള ഇടപഴകലും ധാരണയും സൗഹൃദവും പ്രധാനമന്ത്രി ഊന്നിപ്പറഞ്ഞു. ജനാധിപത്യത്തോടുള്ള പ്രതിബദ്ധതയും നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള അന്താരാഷ്ട്ര വ്യവസ്ഥയെ ഉയർത്തിപ്പിടിക്കുന്നതും ഉൾപ്പെടെയുള്ള പങ്കിട്ട മൂല്യങ്ങളിലാണ് ഇന്ത്യ-US തന്ത്രപരമായ പങ്കാളിത്തം സ്ഥാപിച്ചിരിക്കുന്നത്. വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി എന്നിവയിലൂടെ ആഗോള സുരക്ഷ, സ്ഥിരത, സാമ്പത്തിക അഭിവൃദ്ധി എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഇരുവരും താൽപര്യങ്ങളും പങ്കിടുന്നുണ്ട്. അതേപോലെ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക ബന്ധത്തിന്റെ ഫലമായിട്ട് 2022-23 ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായിട്ട് US ഉയർന്നിട്ടുണ്ട്. ഇന്ത്യയും USും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 2021-22 $119.5 ബില്യൺ നിന്ന് 2022-23 7.65% വർദ്ധിച്ച് $128.55 ആയിട്ടുണ്ട്. USിലേക്കുള്ള കയറ്റുമതി 2021-22 $76.18 ബില്യൺ നിന്ന് 2022-23 2.81% ഉയർന്ന് $78.31 ബില്യൺ ആയി. ഇറക്കുമതി ഏകദേശം 16% വർദ്ധിച്ച് $50.24 ബില്യൺ ആയിട്ടുണ്ട്. യുണൈറ്റഡ് നേഷൻസ്, G20, അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്, റീജിയണൽ ഫോറം, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, വേൾഡ് ബാങ്ക്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്നിവ ഉൾപ്പെടെയുള്ള ബഹുരാഷ്ട്ര സംഘടനകളുമായി ഇന്ത്യയും അമേരിക്കയും അടുത്ത് സഹകരിക്കുന്നുണ്ട് എന്നതും എടുത്തു പറയണം. സ്വതന്ത്രവും തുറന്നതുമായ ഇൻഡോ പസഫിക് മേഖല ഉറപ്പാക്കുന്നതിന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തം നിർണായകമാണ്. സമാനതകളില്ലാത്ത ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് USനും ഇന്ത്യൻ കമ്പനികൾക്കും സാങ്കേതിക വിദ്യ കൈമാറ്റം, ഉൽപാദനം, വ്യാപാരം, നിക്ഷേപം എന്നിവയ്ക്കായിട്ട് വലിയ അവസരങ്ങൾ നൽകുന്നു. അത്ഭുതപൂർവമായ പരിവർത്തനത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു അന്താരാഷ്ട്ര സംവിധാനത്തിലെ മുൻനിര പ്രതിനിധിയായി തന്നെ ഇന്ത്യ തുടരുന്നുണ്ട്. അതിന്റെ സുപ്രധാന താൽപര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള അവസരങ്ങൾ പര്യവേഷണം ചെയ്യാൻ ഇന്ത്യ നിലവിലെ സാഹചര്യങ്ങൾ ഉപയോഗിക്കും എന്നതും മനസ്സിലാക്കേണ്ടതുണ്ട്.